ജനസാഗരമാണ്. ജനസാഗരം ചേർന്നൊരു മഹാസമുദ്രമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ദേശീയപാതയ്ക്ക് ഇരുവശവും ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നതിനു ശേഷം ദേശീയപാതയ്ക്ക് ഇരുവശവും വലിയ ജനപ്രവാഹം. അത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുതൽ തന്നെ കേരളം കണ്ടതാണ്. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലേക്ക് എത്തിയപ്പോൾ, സ്വന്തം തട്ടകത്തിലേക്ക് എത്തിയപ്പോൾ VS-നെ സ്നേഹിക്കുന്ന മനുഷ്യർ അവരൊരു വലിയ കടലായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയവരാണ്. അവർ ഇപ്പോൾ ഒരു വലിയ സമുദ്രമായി ആൾക്കടലായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിലാപയാത്രയുള്ള ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വളരെ പതുക്കെയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഇനി VS-ന്റെ വീട്ടിലേക്ക് എത്താൻ 4 കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. VS-ന്റെ വസതിയായ വേലിക്കകത്ത് വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ആലപ്പുഴ കടപ്പുറത്ത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. ഇവിടേക്കാണ് നാട്ടുകാരെല്ലാം എത്തിച്ചേരണം. അങ്ങനെ താല്പര്യമുള്ളവർ അവിടെ എത്തിച്ചേരണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. കാരണം മറ്റു 2 സ്ഥലങ്ങളിലും അവിടെ സ്ഥലപരിമിതി വിഷയമാണ്. വേലിക്കകത്ത് വീട്ടിലും CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും. അതുകൊണ്ട് ജനങ്ങൾ കൂട്ടം കൂടി അങ്ങോട്ടേക്ക് എത്താതെ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തണമെന്നാണ് CPIM നേതൃത്വം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. പക്ഷേ അത് കണക്കിലെടുക്കാതെ തന്നെ വലിയ ജനസാഗരമാണ് ഇപ്പോൾ തന്നെ ഈ 2 സ്ഥലങ്ങളിലേക്കുമുള്ളത്. VS-ന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും വലിയ ജനപ്രവാഹം തന്നെ ഇപ്പോൾ തന്നെയുണ്ട്. ഇനി CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അതിനുശേഷം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും ആലപ്പുഴ കടപ്പുറത്തെ കൊണ്ടുപോകുക. വൈകിട്ട് 4 മണിയോടുകൂടി മൃതദേഹം സംസ്കരിക്കണമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. പുന്നപ്ര വയലാർ സമരസേനാനികളെ അവിടെയാണ് തീയിട്ട് പെട്രോൾ ഒഴിച്ച് കൊന്നത്. അവരെയാണ് അങ്ങനെ അവിടെ കൊല്ലപ്പെട്ടവരെ അവിടെ ഇട്ട് കത്തിക്കുകയായിരുന്നു. ആ സ്ഥലത്തേക്കാണ് VS-ന്റെ ഭൗതിക ശരീരം. അവിടെയാണ് അദ്ദേഹം അദ്ദേഹം അന്ത്യവിശ്രമം ഉറങ്ങാൻ പോകുന്നത്. പിന്നീട് അതുപോലെ തന്നെ P. കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണിത്. ഈ സ്ഥലത്താണ്, ഈ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലാണ് VS-നെ സംസ്കരിക്കുക. ഇന്ന് വൈകുന്നേരത്തോടുകൂടി സൂര്യൻ അസ്തമിക്കുമ്പോൾ VS അച്യുതാനന്ദൻ ആകാശത്തൊരു ചെന്താരകമായി മാറാൻ പോവുകയാണ്. മലയാളിയുടെ മനസ്സിൽ, പൊരുതുന്ന മനുഷ്യരുടെ മനസ്സിൽ, നേരിനു വേണ്ടി നെറിക്കു വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ളവരുടെ മനസ്സിലൊക്കെ VS അച്യുതാനന്ദൻ ഇനി അമരനായി ജീവിക്കും. VS അച്യുതാനന്ദൻ എന്ന വിപ്ലവ സൂര്യൻ അസ്തമിക്കില്ല. ഇന്ന് ആകാശത്തൊരു പക്ഷേ സൂര്യൻ അസ്തമിച്ചേക്കാം. പക്ഷേ ജനഹൃദയങ്ങളിലെ VS എന്ന വിപ്ലവ സൂര്യൻ അത് അസ്തമിക്കില്ല. അതിനി ആജീവനാന്തകാലം തുടരുമെന്നാണ് ഇവിടെ CPIM പ്രവർത്തകർ VS-നെ കാണാനെത്തുന്നവർ വിളിക്കുന്ന മുദ്രാവാക്യം. ഇന്ദ്രനും ചന്ദ്രനുമുള്ളൊരു കാലം മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുമെന്നാണ് ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്നത്. വലിയ ജനപ്രവാഹം, അത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ജനക്കൂട്ടങ്ങൾ, അത് ഈ വിലാപയാത്രയ്ക്കൊപ്പം ചേർന്നൊരു വലിയ കടലായി മാറുന്ന, ഒരു മഹാസമുദ്രമായി മാറുന്ന കാഴ്ചകൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം വണ്ടാനത്ത് എത്തിച്ചേരും. വണ്ടാനത്തേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തും. ഇവിടെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകളാണ് VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന്, തങ്ങളുടെ പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണുന്നതിന്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന്, അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇവിടെ കാത്തു നിൽക്കുന്നത്. ആ വലിയ മനുഷ്യ സാഗരത്തിനിടയിലൂടെ നേരത്തെ തന്നെ ആൾക്കൂട്ടം VS-നൊരു ആവേശമായിരുന്നു. ആൾക്കൂട്ടത്തെ ആവേശമാക്കിയ നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം ഇപ്പോഴും ഈ അന്ത്യവിശ്രമ സമയത്തും, അദ്ദേഹം അന്ത്യയാത്ര പോകുന്ന സമയത്തും, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കടന്നു പോകുന്ന സമയത്തും ആൾക്കൂട്ടം അദ്ദേഹത്തിന് ഊർജം പകർന്നുകൊണ്ടേയിരിക്കുന്നു. VS അച്യുതാനന്ദൻ മരിക്കില്ല, VS മരിക്കില്ല, ഇല്ല ഇല്ല VS, ഇല്ല ഇല്ല മരിക്കില്ല, ഇല്ല ഇല്ല VS മരിക്കില്ല എന്ന മുദ്രാവാക്യവുമായി CPIM പ്രവർത്തകർ അദ്ദേഹത്തിന് അന്ത്യയാത്രാ അഭിവാദ്യം നേരുകയാണ്, അന്ത്യയാത്രാമൊഴി നേരുകയാണ്. VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം ആലപ്പുഴയിലെ വണ്ടാനത്ത് എത്തിച്ചേരും. ഇവിടെ നിന്നും 4 കിലോമീറ്റർ മാത്രമാണ് ഇനി VS അച്യുതാനന്ദന്റെ പുന്നപ്രയിലുള്ള വേലിക്കകത്ത് വീട്ടിലേക്കുള്ളത്. അവിടേക്ക് VS അച്യുതാനന്ദന്റെ കഠിനമായ ബാല്യം, ക്ലേശകരമായ ബാല്യം, 4-ാം വയസ്സിൽ തന്നെ അമ്മ മരിക്കുന്നു, 11-ാം വയസ്സിൽ അച്ഛൻ മരിക്കുന്നു. പിന്നീട് ജ്യേഷ്ഠ സഹോദരന്റെ തണലിൽ കഴിഞ്ഞ VS-നെ നമുക്കറിയാം. അദ്ദേഹം ജ്യേഷ്ഠന്റെ തയ്യൽക്കടയിൽ തുണി വെട്ടുന്ന ആ തൊഴിലായിരുന്നു ആദ്യം അദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. 7-ാം ക്ലാസ്സിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നത് അച്ഛന്റെ വിയോഗത്തെ തുടർന്നാണ്.
പിന്നീട് ജ്യേഷ്ഠന്റെ സംരക്ഷണയിൽ കുറച്ചുകാലം കഴിഞ്ഞു. അതിനിടെയാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. അതിലേക്ക് ആകൃഷ്ടനായ VS അച്യുതാനന്ദൻ പിന്നീട് ആലപ്പുഴയിൽ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിൽ അവിടെ ആസ്പിൻവാൾ കയർ കമ്പനിയിൽ ജീവനക്കാരനായി തുടങ്ങി. പിന്നീട് കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവർക്ക് അവകാശ പാഠങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്ത VS അച്യുതാനന്ദനെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനായി P കൃഷ്ണപിള്ള നിയോഗിക്കുന്നു. അന്ന് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നത് വളരെയധികം ക്ലേശകരമായ പ്രവർത്തനമായിരുന്നു. പ്രത്യേകിച്ച് ജന്മിമാരുടെ ആളുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ കറങ്ങി നടക്കുമ്പോൾ ഈ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, അവർക്ക് പ്രയാസമായിരുന്നു, അവർക്ക് അതിന് കഴിയുമായിരുന്നില്ല. അവരെ ഈ അവകാശങ്ങളുടെ ബാലപാഠം പകർന്നു കൊടുത്തുകൊണ്ട് അവർക്ക് കരുത്ത് പകർന്നുകൊണ്ട് VS അച്യുതാനന്ദൻ തൊഴിലാളികളെ ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനും അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്നതിനും കരുത്തു പകർന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് പുന്നപ്ര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനെ തുടർന്ന് ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 1946 തുലാം 7 VS അച്യുതാനന്ദൻ മറക്കില്ല, കേരള ചരിത്രം മറക്കില്ല. പുന്നപ്രയിൽ ആ വെടിവെപ്പ് നടക്കുന്നു, പുന്നപ്രയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു. അത് അവിടെ അലക് ചീകി അത് മൂർച്ചയുള്ളതാക്കി തോക്കിനു നേരെ പാഞ്ഞെടുത്ത സമരഭടന്മാർ, അവരെ അന്ന് ദിവാൻ CP രാമസ്വാമി അയ്യരുടെ പോലീസ് ഇവിടെ SI ആയിരുന്ന വേലായുധൻ നാടാരുടെ നേതൃത്വത്തിൽ അന്ന് കൊലപ്പെടുത്തിയതും ആ കൂട്ടക്കുരുതിയെ തുടർന്ന് അത് വലിയൊരു പ്രതിഷേധമായി മാറിയതുമൊക്കെ കേരളത്തിന്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിലാണ് പിന്നീട് CP രാമസ്വാമി അയ്യർക്ക് ഇവിടെ നിന്ന് ദിവാൻ സ്ഥാനം, KCS മണിയാണ് അദ്ദേഹത്തെ വെട്ടുന്നതും അദ്ദേഹം പിന്നീട് തിരുവിതാംകൂറിൽ നിന്ന് പലായനം ചെയ്യുന്നതുമൊക്കെ. ഏതായാലും അങ്ങനെയുള്ള ഈ ദിവാൻ ഭരണത്തിന് അറുതി വരുത്തുന്നതിന് നേതൃത്വം നൽകിയ, പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയ PK ചന്ദ്രാനന്ദൻ, പത്രോസ് തുടങ്ങി നിരവധി നേതാക്കൾക്കൊപ്പം, കുമാരപ്പണിക്കർ തുടങ്ങി നിരവധി നേതാക്കൾക്കൊപ്പം ഇതിന് പുന്നപ്ര വയലാർ സമരത്തിന് അന്ന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ ഇവിടെ തൊഴിലാളികളെ സംഘടിപ്പിച്ച മണ്ണിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയ മണ്ണിൽ, CPIM-നെ ശക്തിപ്പെടുത്തിയ മണ്ണിലൂടെ ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര, ഭൗതിക യാത്ര, മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം വണ്ടാനത്ത് എത്തിച്ചേരും. നിശ്ചിത സമയക്രമങ്ങളൊന്നും പാലിക്കുന്നില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാണ്. ഇന്നലെ ഈ വിലാപയാത്ര തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ചതിനു ശേഷം ഓരോ പോയിന്റ് കടക്കുന്നതിന് എത്രയോ മണിക്കൂറുകളാണ് എടുത്തത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 22 മണിക്കൂറുകൾ പിന്നിടുകയാണ് ഈ വിലാപയാത്ര ആരംഭിച്ചതിനു ശേഷം. വഴിയരികിൽ റോഡിന്റെ പാതകളുടെ ഇരുവശത്തും പതിനായിരക്കണക്കിന് ആളുകളാണ് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം വിളിക്കുന്നത്, ഇല്ല ഇല്ല മരിക്കില്ല VS എന്ന മുദ്രാവാക്യം വിളിക്കുന്നത്. അദ്ദേഹം ഏറ്റെടുത്ത പോരാട്ടങ്ങൾ അത് തുടർന്നുകൊണ്ട് പോകും എന്ന് സാധാരണ CPIM പ്രവർത്തകർ, ഇടതുമുന്നണി അനുഭാവികൾ, ഇടതുമുന്നണിയുടെ പ്രവർത്തകർ, അതിനപ്പുറത്ത് VS-നെ സ്നേഹിക്കുന്ന വലിയൊരു മനുഷ്യ സഞ്ചയം, അവരൊക്കെ ഇപ്പോൾ ഈ പാതകളിലേക്ക് അവർക്ക് സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ എത്തി VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നതാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. ആ ആഗ്രഹം നിറവേറ്റുന്നതിനായി VS-നെ ഒരു നോക്ക് കാണുന്നതിനായി എത്തിയ വലിയ ജനക്കൂട്ടമാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും കാണാൻ കഴിയുന്നത്. ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയപ്പോഴേക്കും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ CPIM പ്രവർത്തകർ, കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന്, എന്തിന് കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദന്റെ വിയോഗ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് വിദേശങ്ങളിൽ നിന്ന് പോലും എത്തിയ CPIM അനുഭാവികളായിട്ടുള്ള ജനങ്ങളുണ്ട്, VS-നെ സ്നേഹിക്കുന്നവരുണ്ട്. അവരൊക്കെയും ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ മനുഷ്യ മഹാസഞ്ചയമാണ്, ഒരു മനുഷ്യ മഹാസമുദ്രമാണ് ഇപ്പോൾ ആലപ്പുഴയിലുള്ളത്. വണ്ടാനം കടന്നിനി ഭൗതികദേഹം വണ്ടാനത്ത് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. വണ്ടാനം കടന്നിട്ട് VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം VS-ന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വെന്തലത്തറ എന്നാണ് അദ്ദേഹം ജനിച്ച വീട്. അത് വേലിക്കകത്ത് വീടിന്റെ കുറച്ചപ്പുറത്താണ്. ആ വീട്ടിലാണ് സഹോദരി ആഴിക്കുട്ടിയുള്ളത്. ആഴിക്കുട്ടി 94 വയസ്സായി. VS അച്യുതാനന്ദൻ മരിച്ചിട്ടുണ്ടോ എന്ന വിവരം ആഴിക്കുട്ടിക്ക് അറിയുമോ എന്നറിയില്ല. പക്ഷേ ആഴിക്കുട്ടിക്ക് VS അച്യുതാനന്ദനെ അത്രമേൽ ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. അത് VS അച്യുതാനന്ദനെ നേരത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചപ്പോഴൊക്കെ ആഴിക്കുട്ടിയാണ് ഈ വിവരമറിഞ്ഞ് സഹോദരനെ അവിടേക്ക് അയക്കുന്നതൊക്കെ, അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നതൊക്കെ. അങ്ങനെ എല്ലാ ഓണത്തിനും തിരുവോണത്തിനും VS
ഇവിടെ എത്തുമായിരുന്നു. ഈ വെന്തലത്തറ വീട്ടിലെത്തുമായിരുന്നു. അവിടെ എത്തി VS അച്യുതാനന്ദൻ ഓണക്കോടി ആഴിക്കുട്ടിക്ക് സമ്മാനിക്കുമായിരുന്നു, അനിയത്തിക്ക് സമ്മാനിക്കുമായിരുന്നു. 2011 CPIM സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയപ്പോഴും നേരെ പോയത് ഈ വെന്തലത്തറ വീട്ടിലേക്കാണ്. അതിന് കുറച്ചിപ്പുറത്താണ് VS അച്യുതാനന്ദൻ പിന്നീട് താമസമാക്കിയ വേലിക്കകത്ത് വീട്. അതുകൊണ്ട് VS എന്ന ആ രണ്ടക്ഷരം അത് വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദനാണോ അതോ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനാണോ എന്നുള്ള ആശയക്കുഴപ്പം പോലും പലർക്കും ഉണ്ടായിരുന്നു. രണ്ടായാലും കുഴപ്പമില്ല, വേലിക്കകത്തായാലും വെന്തലത്തറയായാലും അത് ശങ്കരൻ അച്യുതാനന്ദൻ തന്നെയാണ്, VS അച്യുതാനന്ദൻ തന്നെയാണ്, മലയാളികളുടെ VS ആണ്. VS എന്ന രണ്ടക്ഷരം അത് പോരാട്ടത്തിന്റെ പ്രതീകം.